ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പാടമാണ്. പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വരെ കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമാണ്, നെൽകൃഷി. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 5-6 വർഷമായി തോന്നുന്നു ഇവിടെ കൃഷിയൊന്നുമില്ല. മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കായിരുന്നു. കണ്ടോ, ഇത് ട്രാക്ടർ അടിച്ചു വരുന്നൊരു സ്ഥലമാണ്. ട്രാക്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പുല്ല്, പക്ഷേ ഈ കാണുന്ന പുല്ലല്ല, ഇതിൻ്റെ വലിയൊരു വിഭാഗം, എന്താ പറയുക, വലിയൊരു ശതമാനത്തിൽ ഒരു ഇരട്ടിയുടെ ഇരട്ടി എന്നൊക്കെ പറയാം. ആ ഒരു കണക്കിന് പുല്ല് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇതിൻ്റെയും ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഫോക്കസ് ചെയ്യാം. ഇവിടുന്ന് നീളത്തിൽ കാണുന്നൊരു ഏരിയ മൊത്തം പുല്ലായിരുന്നു. അതൊക്കെ അടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇത് കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സ്ഥലത്തിന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ? അതൊരു മെയിൻ റോഡാണ്. അതിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു പാലം. കാരണം ഇത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ മലവെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം മലവെള്ളം അങ്ങോട്ട് തൊട്ടപ്പുറത്ത് വേറൊരു പാടമുണ്ട്. അതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാലമുണ്ട്. കണ്ടോ? ഇവരാണ് ഇവിടുത്തെ കൃഷിക്കാർ. എൻ്റെ അച്ഛനും പാപ്പനുമാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഫാമിലിയാണ്, കൃഷി ചെയ്യുന്നൊരു കുടുംബമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്താ പറയുക, കാലിൽ ചെരുപ്പൊന്നുമില്ല, ബെയർ ബൂട്ടഡായിട്ടാണ് കൃഷി സ്ഥലങ്ങളിൽ പണിയെടുക്കുക. കൂടുതലും കൃഷിക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യം. നിങ്ങൾ കണ്ടോ, ഇത് ജനൽ ചില്ലാണ്. ജനലിൻ്റെയൊക്കെ പൊട്ടിയ കഷ്ണങ്ങളാണ്. നിങ്ങൾക്ക് കാണാം, കൂർത്ത ഒരു പീസൊക്കെ നിങ്ങൾക്ക് കാണാം. കാലിലൊക്കെ പെട്ടെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ കാലിലൊക്കെ കയറി പോകാവുന്ന വളരെയധികം ആഴത്തിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ച മെയിൻ റോഡാണ്. അപ്പോൾ ഇത്തരം റോഡുകളുടെ സൈഡിൽ നിന്ന് ഒരു കവറിലോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വേസ്റ്റുകളാക്കിയിട്ട് വലിച്ചെറിയാനായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ്. ആരും അധികം ശ്രദ്ധിക്കുകയില്ല. കണ്ടോ, ഇതൊക്കെ നോക്കി നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന ചില്ലാണ്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽസ് ആണെങ്കിലും വീട്ടിലെ ജനൽ ചില്ലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഇത് ഞങ്ങൾ പുല്ല് കുറേ ഹിറ്റാച്ചി വെച്ചിട്ട് മാറ്റിക്കണതാണ് കേട്ടോ. കാരണം ഒരുപാട് കുപ്പിച്ചില്ല് കണ്ടതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ടേക്കാണ്. അത്രയും പുല്ല് അങ്ങോട്ട് തള്ളി മാറ്റിയിട്ടേക്കുക. ആ ഭാഗത്ത് ഇപ്പോൾ കൃഷി ചെയ്യേണ്ടതെന്നാണ് തീരുമാനം. കുറച്ച് ഭാഗത്ത് അതിന് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും കൂടെ വരമ്പൊക്കെ വെച്ചൊരു അതിര് തിരിക്കുന്നത്. കാരണം റിസ്ക്കാണ്. ഇത്രയും കുപ്പിച്ചില്ല് ഇതിനകത്തുള്ളപ്പോൾ നമുക്ക് ധൈര്യപ്പെട്ട് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇത്തരം എന്താ പറയുക, കൃഷിസ്ഥലങ്ങളിൽ നമ്മളിതുപോലുള്ള വേസ്റ്റുകൾ വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണത്. മുറിവുണ്ടാവും. അതുമാത്രമല്ല, മുറിവിൻ്റെ ആഴം ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഇനി അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമെന്ന് നമുക്കറിയാൻ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ. ഇത് മെയിൻ സംഭവം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വലിച്ചെറിയുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വലിച്ചെറിയുന്നപ്പോൾ അത് ചിലപ്പോൾ ഒരു കവറിലൊക്കെ കെട്ടിയിട്ടായിരിക്കാം വലിച്ചെറിയുക. മലവെള്ളം വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ മലവെള്ളം വരുന്നൊരു സ്ഥലമാണ്. അതായത് മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം പൊന്തി ഇവിടെയൊക്കെ ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം വന്ന് നിൽക്കാറുണ്ട്. ഈ ട്രാക്ടർ അടിക്കുന്ന സ്ഥലത്തൊക്കെ അതിലും കൂടുതലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കെട്ടിയിടുന്ന കവറുകൾ മുങ്ങിപ്പോകാതെ പൊന്തി വരുന്നൊരു പ്രവണത ഉണ്ടാവും. പൊന്തി വരുമ്പോൾ അതിനകത്തുള്ള കുപ്പികളടക്കം പൊന്തി വരും. അപ്പോൾ കുപ്പികളുണ്ടെന്നുണ്ടെങ്കിൽ, പൊട്ടാത്ത കുപ്പിച്ചില്ലുകൾ അല്ലെങ്കിൽ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ, പൊട്ടാത്ത കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊന്തി വന്നിട്ട് ഇതേപോലുള്ള പുല്ലുകളുടെ ഇടയിൽ താന്നിരിക്കും വെള്ളം പോയി കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് എല്ലാ പുല്ലും വകഞ്ഞ് മാറ്റിയിട്ട് അവിടെ ട്രാക്ടർ അടിക്കാൻ പറ്റില്ല. ട്രാക്ടർ ഇതുപോലെ അടിച്ചു വരും, അതിൻ്റെ പിന്നാലെ ആരെങ്കിലും നടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വഴിയരികിൽ നിന്ന് നമ്മൾ എറിയുമ്പോൾ ആ സംഭവം ഇതുപോലെ ഒന്നില്ലെങ്കിൽ പുല്ലിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, കുപ്പി ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്ടർ അടിക്കുമ്പോൾ അത് പൊട്ടും, കുപ്പി ചില്ലുകളായിട്ട് മാറും. നമ്മളതിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ കയറും. അപ്പോൾ ഇത് വെള്ളം ഒഴുകി പോകുന്നത്, അതായത് മഴവെള്ളം വരുമ്പോൾ നമ്മുടെ പാലത്തിൻ്റെ താഴേക്കൂടെ വെള്ളം ഒഴുകി പോകുന്നൊരു ഏരിയ ആണ്. അത് പാലത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി വരും. വെള്ളം ഒഴുകി വന്നിട്ട് അവിടെ ചെറിയൊരു കനാല് പോലെയുണ്ട്. അതിലൂടെ ഒഴുകി പോകാറാണ് പതിവ്. പക്ഷേ വെള്ളം വരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെള്ളം വരുന്ന ഒരുപാട് അളവ് കൂടിയതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടെ ഒഴുകി പോവില്ല. ആ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറി അവരവിടെ നിന്ന് മാറും. ഇതൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ.
അപ്പോൾ ഇവിടെയൊക്കെ ട്രാക്ടർ അടിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, റോഡ് കാണാം, ആ ട്രാക്ടർ അവിടെ കിടക്കുന്നതും ദൂരെ കാണാം. അപ്പോൾ ഇത്തരം ഈ ഏരിയകളിലൊക്കെ നമ്മൾ അടിച്ച് വന്നിട്ടുണ്ട്. ഇതുവരെ എത്ര കുപ്പിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനി ട്രാക്ടർ അടിച്ച് പോയോന്നും അറിയില്ല. ഇനി ട്രാക്ടർ അടിക്കാനുള്ള ഭാഗങ്ങളാണ്. ഇനി ഇതിനകത്തും എന്തോരം വേസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, അതേപോലെ ഒരു റിക്വസ്റ്റാണ്. കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കർഷകരുള്ള നാടാണ് നമ്മുടെ. അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കണം. നമ്മുടെ വീടുകളിലുള്ള ബോട്ടിൽസ്, അതുപോലുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ എന്താണെങ്കിലും അത് പരമാവധി നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. എല്ലാം ബോട്ടിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, ഇപ്പം മിക്ക സ്ഥലത്തും ആക്രി കടകളുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ആക്രി കടകളിലേക്ക് കൊടുക്കുക. ചെറിയൊരു പൈസ അവർ നമുക്ക് പേയ്മെൻ്റായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ചെയ്യാൻ കഴിയുന്നവരെല്ലാം ആ രീതിയിൽ നിങ്ങളുടെ വീടുകളിലുള്ള വേസ്റ്റ്, ബോട്ടിൽസ് ആണെങ്കിലും മറ്റേത് രീതിക്കുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഉപദ്രവം തന്നെയാണ് മറ്റുള്ളവർക്ക്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നേരത്തെ കാണിച്ചു, വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേസ്റ്റുകൾ, ഇതുപോലുള്ള ഉപദ്രവകരമായിട്ടുള്ള വേസ്റ്റുകൾ കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ ഇതേപോലെ വഴിയുടെ അരികിലുള്ള പറമ്പുകളിലോ ഒന്നും ഇടാതിരിക്കുക. കാരണം നമ്മൾ അതിലെ പിന്നെ പോവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇതേപോലെ പറമ്പിൽ പണിയെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൃഷിക്കാർ, അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം കൊണ്ട് അവിടെ ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് തീർച്ചയായിട്ടും ഉപദ്രവമായിട്ട് മാറും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.